കഴിഞ്ഞ 2 മാസക്കാലം കേരളം കണ്ടത് അക്രമ പരമ്പരകളായിരുന്നു. മനസാക്ഷിയെ നടുക്കുന്ന കൊലപാതകങ്ങൾ, കൊടും ക്രൂരതകൾ. ആർക്കും ആരെയും ആക്രമിക്കാമെന്ന നിലയിലേക്ക് സമൂഹം മാറുമ്പോൾ എന്തായിരിക്കാം അതിന് കാരണം? പ്രതികരണങ്ങളിലേക്ക്. 2025 കൺതുറന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊലപാതകങ്ങളിലേക്കാണ്. പ്രായഭേദമന്യേ പരസ്പരം കൊന്നു തള്ളുമ്പോൾ, പ്രത്യേകിച്ച് യുവാക്കൾ കൊലപാതകികളാകുമ്പോൾ, അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. എന്തായിരിക്കും ഇതിനൊരു കാരണം? നമുക്കറിയേണ്ടതും ചോദിക്കേണ്ടതും ഇവിടുത്തെ പൊതുജനത്തോടാണ്. ഡ്രഗ്സ് തന്നെയാണോ? ഡ്രഗ്സ് എന്ന് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ കുറിച്ചുള്ളൊരു ഇത് കണ്ടു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ഒരു കമൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് അവർ എഴുതിയിട്ടുള്ളത് ഡി അഡിക്ഷൻ സെൻ്ററാണ്. ഡി അഡിക്ഷൻ സെൻ്റർ വരുന്ന കാലഘട്ടം ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് യുവത മൊത്തം എത്തിപ്പെടാൻ പോവുകയാണ് എന്ന ഒരു മെസ്സേജാണ് അതിലൂടെ സാധനം. അപ്പോൾ അത്രത്തോളം ലഹരിക്ക് വലിയ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ചെറുപ്പം മുതലേ. പണ്ടുകാലത്താണെങ്കിൽ രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു കുട്ടികൾ. ഇപ്പോൾ കുട്ടികൾക്ക് എന്തും ചെയ്യാം. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അവരെ തിരുത്താനും മറ്റൊന്നും ഉള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു, ക്രിമിനൽ മൈൻഡുള്ളവരായി മാറുന്നു. പഴയ കാലത്ത് അമ്മ എങ്ങനെയാണ് അമ്മയോടുള്ള പിള്ളേരുടെ പെരുമാറ്റവും അമ്മ തിരിച്ചു എങ്ങനെയായിരുന്നു നമുക്ക് അറിയാം. അന്നത്തെ കുട്ടികൾക്ക് കുറേ കൂടെ ബഹുമാനം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ മറ്റേ ചാക്കോ മാഷിൻ്റെ കാലത്തെ ബഹുമാനം അല്ല കേട്ടോ പറയണേ. അതും അത്രയും വേണ്ട, പക്ഷേ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ കൺട്രോൾഡ് അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായമാണ്. ആ പ്രായത്തിൽ എന്തുകൊണ്ടും പിന്നെ അവരുടെ കയ്യിൽ എപ്പോഴും ആക്സസ് ടു ഫോൺസ് ഉണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവർ പല കണ്ടൻറ്റും കാണുന്നു. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമാകാം. റൂൾസ്, ഇവിടുത്തെ നിയമം കുറച്ച് കൂടി സ്ട്രോങ് ആക്കിയാൽ വെറുതെ വിടുന്നു എന്നല്ല, എന്നാലും കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് വേറെ രാജ്യങ്ങളിലൊക്കെ പോലെ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പേരൻസ് ഇപ്പോൾ മദ്യപിച്ചിട്ടെല്ലാം വരുവാണെങ്കിൽ ആ സംഭവം കേട്ട് വളരുന്നതായിരിക്കില്ലേ കുട്ടികൾ. അപ്പോൾ അവരും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് പോയിട്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മേ ബി വയലൻ്റ് ആയിട്ടുള്ള ഭയങ്കര വയലൻ്റ് മൂവീസ് ഇൻഫ്ലുവൻസ് ചെയ്യുമായിരിക്കും. ഡ്രഗ്സ് ഒരു കാരണമല്ലോ. ഈ ആൺകുട്ടികൾക്കൊരു വിചാരമുണ്ട്, കാരണം അവരൊരു ആണത്തം കാണിക്കണമെങ്കിൽ അത് ഉപയോഗിക്കണം. അങ്ങനെ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ അവർ നേരിടുന്നുണ്ട്. പഴയ തലമുറ എന്ന് പറഞ്ഞാൽ പറയുന്നത് കേൾക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളെ അടിച്ചാലും ഞങ്ങളെ കൂടെ പോലീസ് ഉണ്ട്, ഭരണം ഞങ്ങളൊപ്പാണ്, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് ആയതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള ടെൻഡൻസി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ് മെയിനായിട്ട് ആൾക്കാർ യൂത്തിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നത്. മേ ബി വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കാം. പിന്നെ ഒരു പാട്ടെന്ന് പറയാന്ന് വെച്ചാൽ ഫിലിംസാണ്. അതുപോലെ സൈക്കോ ആയിട്ടുള്ള ഒരുപാട് ട്രിക്സ് അവർ കാണിച്ചു കൊടുക്കുന്ന ഫിലിംസാണ്. കുറേ കേസുകളിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ക്രിമിനൽസ് ഞാൻ ഈ സിനിമ കണ്ട് മോട്ടിവേറ്റ് ആയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഇപ്രകാരമാണ് പൊതുജനത്തിന് പറയാനുള്ളത്. ഇനിയെങ്കിലും ഒരു മാറ്റം അനിവാര്യമായില്ലെങ്കിൽ, മാറേണ്ടത് എവിടെയെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.